ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അംസ. പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനൂ വലാ തഖൂലൂ. സൂറത്തുൽ നിസായിലെ 94-ാമത്തെ വചനത്തിൽ അല്പഭാഗമാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്തത്. അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതുപോലെയുള്ള അഭിസംബോധനകൾ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹേ മനുഷ്യരെ, ഈ അഹ്ലു കിതാബിന്റെ ആളുകളെ എന്നൊക്കെയുള്ള. ഇവിടെ അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര പോയാൽ നിങ്ങളോട് സലാം പ്രകടിപ്പിച്ച ഒരുവനോട് നീ സത്യവിശ്വാസിയല്ല എന്ന് പറയരുത്. നിങ്ങൾ ഐഹിക ജീവിതത്തിന്റെ വിഭവം തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ കണക്കറ്റ് ഗനീമത്തുകളുണ്ട്. മുമ്പ് നിങ്ങളും അവരെ പോലെ തന്നെയായിരുന്നു. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. ഈ ആയത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾ ഒരു ഇസ്ലാമിന്റെ കൊടിക്കൂറയിൽ ഒരുമിക്കുന്നതിന് മുമ്പായി പല ശത്രു രാജ്യങ്ങളിലും ചിലയിടങ്ങളിലൊക്കെ ഇസ്ലാമിൽ വിശ്വസിച്ച് ഒറ്റപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മുസ്ലിം സൈന്യം പടയൊരുക്കം നടത്തുമ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. അവർ മുസ്ലിങ്ങളുടെ മുന്നിൽപ്പെടുമ്പോൾ ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊലപ്പെടുത്താനുള്ള കാരണം സ്വാഭാവികമാണല്ലോ. ഇനി അവർ താൻ മുസ്ലിമാണെന്നുള്ള വല്ല വാക്കും പറഞ്ഞാൽ തന്നെ അത് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമാണെന്ന് കരുതുകയും ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നും വാസ്തവം മനസ്സിലാക്കാതെ അബദ്ധം പ്രവർത്തിച്ചതിന് ശേഷം ഖേദിക്കുവാൻ ഇടവരുത്തരുതെന്നും സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുസ്ലിം സേനാംഗം അവരുടെ യാത്രയിൽ ഒരാളെ കണ്ടുമുട്ടുകയും അയാളുടെ കുറച്ച് ആടുകളും ഉണ്ടായിരുന്നു. അയാൾ അവരോട് സലാം പറഞ്ഞു. അത് അയാൾ രക്ഷപ്പെടാനുള്ള ഒരു അടവാണെന്ന് കരുതി അയാളെ കൊലപ്പെടുത്തി അയാളുടെ ആടുകളെ കൈവശപ്പെടുത്തുകയും ചെയ്തു. വേറൊരു ഹദീസ് തുബ്രാനി റിപ്പോർട്ട് ചെയ്തതായി കാണാം. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളൊരു മുസ്ലിം സൈന്യസംഘം ശത്രുക്കളെ അടുത്ത് ചെന്നപ്പോൾ അവർ പേടിച്ച് ചിന്നിച്ചിതറി ഓടിപ്പോയി. അവരിൽ ഒരാളവിടെ ബാക്കിയാവുകയും അയാളുടെ പക്കൽ കുറെ സ്വത്തുക്കളും ഉണ്ടായിരുന്നു. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് താൻ സാക്ഷ്യം വഹിക്കുന്നതായി പറയുകയും ചെയ്തു. അത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിശ്വാസമായില്ല. അത് അയാളെ രക്ഷപ്പെടാനുള്ള ഒരു ഉപായമാണെന്ന് കരുതി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു താൻ നാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി. ഒരാളുടെ ബാഹ്യ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് തൃപ്തിപ്പെടാതെ അയാളെ കൊലപ്പെടുത്തുന്ന മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം കേവലം നശ്വരമായ അല്പം ഭൗതിക വിഭവം മാത്രമാണ്. അള്ളാഹുവിന്റെ പക്കൽ അതിരക്ത വസ്തുവിഭവങ്ങളും അനുഗ്രഹങ്ങളും ഇരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് മറ്റൊരവസരത്തിൽ ലഭിക്കുവാനുള്ള അവസരം അവൻ ഉണ്ടാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള
അക്രമങ്ങൾക്ക് മുതിരുതെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെ ഇന്ന് നമുക്കറിയാം, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തെറ്റുകുമ്പളുമൊക്കെ സത്യം എന്തെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.